കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച മന്ത്രിമാരുടെ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് യോഗം. വ്യവസായ മന്ത്രി പി രാജീവ്, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങി വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ ഇതിൽ പങ്കെടുക്കും. ഉമേഷ് ബാലകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ ചൂടുകട്ടയും ചൂട്ടും കൊതുമ്പും എല്ലാം അടിച്ചു വാരി കളഞ്ഞല്ലോ, പറയൂ. തീർച്ചയായും എല്ലാം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർണ്ണമായി നഗരം വൃത്തിയാക്കി കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് സജീവേട്ടനുണ്ട്. സജീവേട്ട, നമുക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് സ്റ്റാച്യു ജംഗ്ഷൻ. സ്റ്റാച്യു ജംഗ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ഒരു പൊങ്കാല നടന്നതോ, പ്രത്യേകിച്ച് ആശമാരുടെ സങ്കട പൊങ്കാല അടക്കം നടന്ന സ്ഥലമാണ്. ഇവിടെ എല്ലാം വളരെ വൃത്തിയായി. ഇന്നലെ രാത്രി തന്നെ എല്ലാം തിരുവനന്തപുരത്തെ ശുചീകരണ തൊഴിലാളികളുടെ ഒന്നടങ്കം കൈചോർത്ത് തിരുവനന്തപുരം നഗരം വളരെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും അത് അവരുടെ എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. പക്ഷേ കാണുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇവരെങ്ങനെയാണ് ഈ ഒരു കാരണം ഈ പലരും അതിൽ തന്നെ പലരും ശുചീകരണ തൊഴിലാളികൾ പലരും ഈ പൊങ്കാല അർപ്പിക്കാൻ നിന്ന് തൊട്ട് പിന്നാലെ അവരുടെ യൂണിഫോം എല്ലാം ധരിച്ച് വൃത്തിയാക്കുന്ന ആളുകളും കൂടിയാണ്. എന്തായാലും വളരെ അത്ഭുതം നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇന്നലെ അവരെ പ്രശംസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ടിരുന്നു. തിരുവനന്തപുരം മേയർ അടക്കമുള്ള കൗൺസിലർമാരുടെ നേതൃത്വവും ഇതിനുണ്ടായിരുന്നു. എന്തായാലും എസ്കെൻ വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും സുപ്രധാനമായ യോഗമാണ് ഇന്ന് ചേരാൻ പോകുന്നത്. പ്രത്യേകിച്ച് കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിൽ നിരവധി പദ്ധതികൾ, കേരളത്തിന് ഭാവിയിൽ പ്രതീക്ഷയാകാവുന്ന നിരവധി പദ്ധതികളും നിരവധി നിക്ഷേപ താല്പര്യങ്ങളും പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ പലപ്പോഴും പ്രത്യേകിച്ച് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ അതേ രീതിയിൽ സമാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷേ അതിനുശേഷം ഒന്നും ഫോളോ അപ്പ് ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി തന്നെ ഇന്നിപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്. വ്യവസായ മന്ത്രി, ധനമന്ത്രി, ഘടകകക്ഷികളുടെ മന്ത്രിമാർ അടക്കമുള്ളവർ ഇന്ന് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം ചേരും. പ്രധാനമായി ഇപ്പോൾ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച വ്യവസായികളും ആഗോളതലത്തിൽ വ്യവസായം നടത്തി വിജയിച്ചവരും അടക്കമുള്ളവരുടെ പദ്ധതികൾ സംബന്ധിച്ച് കേരളത്തിൽ ഏത് രീതിയിൽ നടപ്പാക്കാം, ഇനി പല അനുമതികളും വേണം, സിംഗിൾ വിൻഡോ അനുമതി നൽകാവുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം സംസ്ഥാനത്തുണ്ടെങ്കിലും വലിയ വ്യവസായങ്ങൾക്ക് പല അനുമതികൾ വേണം, പരിസ്ഥിതി അനുമതി, ഒപ്പം റവന്യൂ വകുപ്പിൻ്റെ ക്ലിയറൻസ് അടക്കമുള്ളവ. സ്വാഭാവികമായി അവയെല്ലാം വളരെ വേഗത്തിൽ നൽകുക. ഈ ഒരു സർക്കാരിന് ഇനിയിപ്പോൾ 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നിക്ഷേപം കൃത്യസമയപരിധിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കുകയും വിവിധ മന്ത്രിമാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഈ പദ്ധതികളുടെ ഒരു പ്രാഥമിക അവലോകനം നടത്തുകയും ചെയ്യും. ഏതെങ്കിലും രീതിയിൽ ഈ കേരളത്തിന് അനുയോജ്യമല്ലാത്ത പദ്ധതികളുണ്ടോ, ഏതെങ്കിലും വകുപ്പുകൾക്ക് എതിരഭിപ്രായങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇന്നത്തെ ചർച്ചയിൽ ഉയരും. എന്തായാലും പ്രധാന ലക്ഷ്യം കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ആ നിക്ഷേപങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.